ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതായത് ടോബി വലിയ സമ്മർദ്ദങ്ങളോടുകൂടിയാണ് ഈ ടൂർണമെന്റ് ഓരോ ദിവസവും കടന്നു പോകുന്നതെന്ന് അറിയാം. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥ? ആദ്യം ടോബിയുടെ കാര്യം പറയണം, പിന്നീട് നമുക്ക് ആരാധകരിലേക്ക് പോകാം. ഇന്ന് നമ്മൾ വലിയ പ്രതീക്ഷയിലാണ് അനിൽ, ഒരു സംശയവുമില്ല. എന്തായാലും അർജന്റീന കപ്പടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ ഒരു സംശയമില്ല. കണ്ടോ, നമ്മുടെ സ്വന്തം പിള്ളേരാണ്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് MD സ്കൂളിലാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു സങ്കടമുണ്ട്. കാരണം ഇവിടെ അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഒരു കളി നടക്കുകയായിരുന്നു. ആ കളിയിൽ 2-1 സ്പെയിൻ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. പക്ഷേ ഞങ്ങൾ തിരിച്ചു വരും. അർജന്റീനയ്ക്ക് ഒരു ചെറിയ ദുഃഖം കോട്ടയത്ത് നിന്നുണ്ട്. 2-1 അർജന്റീനയ്ക്ക് 1 ഗോളേ അടിക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ സ്പെയിൻ 2 ഗോൾ അടിച്ച് വിജയിച്ചു. അവർക്കിപ്പോൾ സമ്മാനം നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. MD സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെയുള്ള ആളുകളും നമ്മുടെ അർജന്റീന ടീമിന് 2ാം സ്ഥാനം കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ സ്പെയിനാണ് ജയിച്ചത്. പക്ഷേ വേൾഡ് കപ്പിൽ അങ്ങനെയാകുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ആയിരിക്കത്തില്ല കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് അർജന്റീനയ്ക്ക് തിരിച്ചു വരാൻ, വേൾഡ് കപ്പിൽ ഇന്ന് രാത്രിയിൽ തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങളുടെ പിള്ളേരെ, അർജന്റീനയുടെ പിള്ളേരെന്ന് കാണിക്കുക. കാരണം ഒന്നും ഇങ്ങോട്ട് വരുമോ? ഞങ്ങൾ കപ്പ് ഇവിടെ ഒരു ഗോളിന് ഞങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി തിരിച്ചു വരത്തില്ലടാ. അർജന്റീന ഉറപ്പ്. ഇവിടെ പോയാൽ നമ്മൾ പിടിക്കും. അതാണ് ഞങ്ങളുടെ പിള്ളേരുടെ കരുത്ത്. ഇവിടെ ഒരു ഗോളിന് അതൊക്കെ സാധാരണയാണ് കളിയിൽ. പക്ഷേ ഇന്ന് സ്പെയിനാണ്, MD സ്കൂളിൽ ഇന്ന് സ്പെയിനാണ് വിജയിച്ചിരിക്കുന്നത്. അവരുടെ സന്തോഷം നമുക്ക് പങ്കുവെക്കാതിരിക്കാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ട് ഇത്തവണ? എത്ര ഗോൾ അയച്ചപ്പോ? 2 ഗോൾ. 2-1. പക്ഷെ എന്നാലും വേൾഡ് കപ്പിൽ നിന്ന് അർജന്റീന ജയിക്കത്തില്ലേ? സംശയമുണ്ടോ? ജയിക്കും. സ്പെയിൻ ജയിക്കും. അവർ പറയുന്നത് സ്പെയിൻ ജയിക്കുന്ന. കാരണം അവരിപ്പോ ജയിച്ചു നിൽക്കുകയാണ്. ഈ കരുത്തന്മാരായ സ്പെയിനിന്റെ MD സ്കൂളിലെ കരുത്തന്മാരാണ് ഇന്ന് ഇവിടെ കപ്പടിച്ചത്. 2-1. എത്ര ഗോൾ? നീ ഗോൾ അടിച്ചോടാ? ആരാ ഗോൾ അടിച്ചാരാ? ഗോൾ സ്കോർ. അതെ, അത് നല്ലൊരു ഗോളായിരുന്നു കേട്ടോ, ഞാൻ കണ്ടായിരുന്നത്. അപ്പം സ്പെയിന് 2-1 ജയിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ കാണാം വേൾഡ് കപ്പിന്റെ ഒരു മാതൃക. അതാണ് ഇവിടെ സമ്മാനമായിട്ട് നൽകുന്നത്. പ്രൈസിന്റെ ഇവിടുത്തെ സ്കൂൾ അധികൃതർ അത് ഇപ്പോൾ അർജന്റീനൻ ടീമിനുള്ള കാഷ് പ്രൈസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഈ വേൾഡ് കപ്പ് അത് എത്രത്തോളം നമ്മുടെ ഓരോ നാട്ടിലും ഓരോ പ്രദേശത്തും എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ടൂർണമെന്റ്. സ്കൂളിൽ ഒരു ഞായറാഴ്ച അവർ ആ ടൂർണമെന്റ് നടത്തി അതിൻ്റെ ഫൈനലിൽ +1ഉം +2ഉം തമ്മിൽ ഏറ്റുമുട്ടി. അങ്ങനെ സ്പെയിന് വേണ്ടി കളിച്ച ടീം ജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വിജയികൾക്കുള്ള സമ്മാനദാനം നൽകാൻ പോവുകയാണ്. എന്തായാലും അനില, ഇന്ന് വൈകുന്നേരം ഇവിടുത്തെ മത്സരഫലമൊന്നും കണക്കാക്കണ്ട. ഇന്ന് വൈകുന്നേരം എന്തായാലും ഞങ്ങൾ കപ്പടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അനിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.